ഏതായാലും ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണം ഇറാൻ തുടർന്നാൽ അത് ആ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ഇപ്പോൾ തന്നെ വരുന്ന ദൃശ്യങ്ങളൊക്കെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ ശൃംഖലകൾക്ക് നേരെയും വിമാനത്താവളങ്ങളിലുമൊക്കെ ഇറാൻ്റെ മിസൈലുകൾ പതിച്ച ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും അത് തന്നെ ആ മേഖലയെ അശാന്തി പടർത്താൻ കാരണമായ ഒന്നായി മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, അമേരിക്കയ്ക്ക് ഈ മിക്ക മേഖലകളിലും സേനാത്താവളങ്ങളുണ്ട്. ഈ ഗൾഫിലെ പല മേഖലകളിലും അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നിരവധി രാജ്യങ്ങൾ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പക്ഷേ അവരാരും ഇറാനെ ആക്രമിക്കുന്നതിനോട് യോജിക്കുന്ന ആളുകളല്ല എങ്കിൽ പോലും അവർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് പ്രധാനമായി നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് മലയാളികൾ ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കണക്കും മറ്റുമുണ്ട്. നമുക്കറിയാം, അത് വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്, രണ്ടാമത് ദുബായിലാണ്, പിന്നീട് ഖത്തർ, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കൾ നാട്ടിൽ പരിഭ്രാന്തിയിലാണ്. പക്ഷേ അവരൊക്കെ വീടുമായി ബന്ധപ്പെടുന്നുണ്ട്. തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കൺസേൺ ഉണ്ട്. കൂടാതെ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്ന 1 കോടിയിൽ പരം ഇന്ത്യക്കാരുണ്ട്. അവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ഇപ്പോൾ മനസ്സിലാക്കുന്നത് രാജ്യങ്ങളുമായി, എംബസികളുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുണ്ട്, രാജ്യങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഇവാക്യുവേഷൻ എന്ന നിലയിലേക്ക് ഇന്ത്യ സജ്ജമാണ് എന്ന വിവരം കൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തൽക്കാലം അതിൻ്റെ സാഹചര്യമില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ്, നമുക്ക് ഇനിയിപ്പോൾ ഇന്ത്യയുടെ നീക്കം പ്രധാനമാണല്ലോ. നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട പശ്ചാത്തലം ഒരുക്കണമല്ലോ. എന്തെങ്കിലും നിലപാടുകൾ, നീക്കങ്ങൾ ഇന്ത്യയുടേതായി ഉണ്ടോ? ഇവാക്യുവേഷനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യ അവിടെ നിരന്തരം അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെയുള്ള രാഷ്ട്രത്തലവന്മാരുമായി ടെലഫോണിൽ സംസാരിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇനി അടുത്ത നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് തീരുമാനങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്കകൾ നിലനിൽക്കുന്ന UAE, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലുള്ള ഈ ജനവാസ മേഖലകളിൽ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ജനവാസ മേഖലകളിൽ നിന്നെങ്കിലും ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് സ്വീകരിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അഥവാ നിലവിൽ അത്തരം ഒരു വലിയ തരത്തിൽ ആശങ്കപ്പെടേണ്ട ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ, പ്രധാനമായിട്ടും നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ